അപ്പൊ ഗൈസ് നമ്മള് ഇതുവരെ വീഡിയോ ഇതാത്തതെന്ന് വെച്ചാൽ മെനിങ്ങാന്ന് ആർജന വണ്ടി ഇടിച്ച് കാലിന്റെ എവിടെ കാണിച്ചിരുന്ന ആർജന കാല് പഞ്ചറായി. ഇന്ന് ആ മൂന്നാമത്തെ വിരലിന്റെ അടിഭാഗം ചത ഇളകിപ്പോയി. അതാണ് ശനിയാഴ്ചയാണ് ഉണ്ടായത്. അപ്പൊ അത് കാരണം ഞായറാഴ്ചയും ലൈവ് വന്നില്ല. എന്റെ കഴുത്തിന് ഇടിയിട്ടിട്ടുണ്ട്. കഴുത്തിന് ഇവിടെ നീരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കഴുത്തിന് ഇവിടെയൊക്കെ നീരാണ്. ഹെൽമെറ്റ് ഒന്നും ഇടിച്ചത്. കയ്യിലൊക്കെ ഇങ്ങനെ രണ്ട് കൈയും പോയിട്ടുണ്ട്. രണ്ട് കൈയിന്റെ ഇവിടെയും പോയി. കാല് എല്ലാം പഞ്ചറാണ്. എനിക്ക് കഴുത്തിന് നല്ല നീരുണ്ട്. ഹെൽമെറ്റിന്റെ ആ സാധനം വന്ന് ഇടിച്ച് ബാക്കിലും ഷോൾഡറൊക്കെ ഭയങ്കര പെയിനാണ്. നീരുണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. എനിക്ക് ഇപ്പോഴും വയ്യ. എന്റെ കഴുത്തോണ്ട് എനിക്ക് പണി പാളിയിരിക്കുന്നു. വണ്ടി പഞ്ചറായി. ഇനി വണ്ടി ഓടൂല. റോഡിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും അതെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്ത. എന്തായാലും ആദ്യം നോക്കട്ടെ, ഞാനും നോക്കട്ടെ. എനിക്ക് കഴുത്തൊന്നും ഒരു രക്ഷയില്ല. എന്തായാലും ഇത് പറയാൻ വേണ്ടിട്ട് വീഡിയോ എടുത്തതാണ് ഗൈസ്. ചിലപ്പോ ഉറപ്പില്ല. അവിടുത്തെ വീട്ടിൽ CCTV ക്യാമറ നമ്മൾ ചോദിക്കാൻ വേണ്ടി പോയായിരുന്നു. പക്ഷെ അവിടെ ആളുണ്ടായില്ല. അപ്പൊ ക്യാമറ ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. CCTV ക്യാമറ കാണണമല്ലോ. എനിക്ക് എങ്ങനെ ആക്സിഡന്റ് ആയിരുന്നു എനിക്ക് തന്നെ കാണണം. കാരണം എന്റെ മിസ്റ്റേക്ക് അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ആരും വീട്ടിൽ സമ്മതിക്കുന്നില്ല. ഞാൻ ഓവർ സ്പീഡിൽ പോയിട്ടാണെന്ന് ചോദിക്കുന്നത്. നിഷുവിന് അറിയാം ഞാൻ സ്പീഡിൽ പോകില്ല. നമ്മൾ സ്വിഗ്ഗിയെ കൊടുക്കുമ്പോൾ മാക്സിമം 30-40 മുകളിൽ പോകില്ല. കാരണം മൈലേജ് ജില്ലയിൽ പെട്രോൾ കൂടെ വഴിയല്ല. അതുകൊണ്ട് പതുക്കെ പോവുള്ളൂ. അപ്പൊ എനിക്ക് ആ CCTV ക്യാമറ വീഡിയോ കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട് വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ.